കൂരോപ്പട പഞ്ചായത്തിൽ എൻ.ഡി.എ യു.ഡി.എഫ് സഖ്യം ബി.ഡി.ജെ.എസ് പിന്തുണയിൽ കോൺഗ്രസിലെ അമ്പിളി പഞ്ചായത്ത് പ്രസിഡന്റായി. എൻ.ഡി.എ പിന്തുണച്ചിട്ടും നറുക്കെടുപ്പിലൂടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത്. സനോജ് സുരേന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. സനോജ്, ബി.ഡി.ജെ.എസ് കൂട്ടുകെട്ടിൽ, അതായത് എൻ.ഡി.എ കോൺഗ്രസ് കൂട്ടുകെട്ട് ഉണ്ടായിട്ട് പോലും ഒരു നറുക്കെടുപ്പിലൂടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിക്കേണ്ടി വന്ന ഒരു സാഹചര്യം. വിനിഷ, അതിന്റെ കാരണം എന്ന് പറയുന്നത് കൂരോപ്പട പഞ്ചായത്തിൽ ആകെ 17 അംഗ പഞ്ചായത്താണ്. ഇതിൽ LDF-ന് 7, UDF-ന് 6, NDA-ക്ക് BJP ഉൾപ്പെടെയുള്ള NDA-ക്ക് 4 എന്നിങ്ങനെയാണ് കക്ഷിനില. നിലവിലെ ധാരണ പ്രകാരം, അതായത് LDF-ന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ നിലവിലെ ധാരണ പ്രകാരം CPM-ലെ അംഗം രാജിവെച്ചതിനെ തുടർന്ന് CPI അംഗത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് പദത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ CPM അംഗം രാജിവെക്കുകയും തെരഞ്ഞെടുപ്പ് നടക്കുകയുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJP-യുമായി കൂടിയാലോചനകൾ നടത്തി BJP പിന്തുണയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായി NDA അംഗത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടാകുന്നു. എന്നാൽ കോൺഗ്രസിനോടിലെ ശക്തമായ എതിർപ്പിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനത്തിൽ നിന്നും പാർട്ടി നേതൃത്വം പിന്നോട്ട് പോവുകയും ഇതിനെ തുടർന്നാണ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ NDA അംഗം, അതായത് BDJS-ലെ ഒരു അംഗം UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. UDF-ലെ അമ്പിളി മാത്യുവിന് അനുകൂലമായി വോട്ട് ചെയ്തു. അങ്ങനെ വോട്ടെടുപ്പ് നടന്നപ്പോൾ BJP അംഗങ്ങൾ മുൻ ധാരണ പ്രകാരം, UDF-ഉം BJP-യും തമ്മിലുള്ള ധാരണ പ്രകാരം BJP-ലെ 3 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയും BDJS സംഘത്തിന്റെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അങ്ങനെ LDF UDF കക്ഷിനിര 7-7 എന്ന ക്രമത്തിൽ വരികയും തുടർന്ന് നെറുക്കെടുപ്പിടുകയുമായിരുന്നു. ആ നെറുക്കെടുപ്പിൽ UDF-ന് അനുകൂലമായി നെറുക്കെടുപ്പുണ്ടായപ്പോൾ അങ്ങനെ അമ്പിളി മാത്യു പഞ്ചായത്ത് പ്രസിഡന്റ് പദത്തിലേക്ക് എത്തുകയായിരുന്നു. നമുക്കറിയാം, നേരത്തെയും കോട്ടയം ജില്ലയുടെ പല പഞ്ചായത്തുകളിലും NDA BJP സഖ്യം UDF-മായി കൂട്ടുചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ നീക്കുപോക്കും കൂരോപ്പട പഞ്ചായത്തിലെ പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള കോൺഗ്രസിന്റെ കടന്നുവരവും. ദിനിഷ. ശരി, സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂരോപ്പട പഞ്ചായത്തിൽ NDA UDF സഖ്യം BDJS പിന്തുണയിൽ കോൺഗ്രസിലെ അമ്പിളി പഞ്ചായത്ത് പ്രസിഡന്റായി. NDA പിന്തുണച്ചിട്ടും നറുക്കെടുപ്പിലൂടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത്. സനോജ് സുരേന്ദ്രൻ നൽകുകയായിരുന്നു വിശദാംശങ്ങൾ.